ഈ കാർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കാറിലൊരു കിടിലൻ ഫീച്ചർ കണ്ടിട്ട് ഒരു വീഡിയോ ഇട്ടതാണ്. GST കുറയുന്നതിൻ്റെ മുന്നേ 8.25 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഒരു മോഡലാണിത്. ഇതിൽ കമ്പനി സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്സ് ടൈപ്പ് സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റും കൊടുത്തിട്ടില്ല. മാനുവലായിട്ട് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ലിവർ പോലും കമ്പനി ഇതിൽ കൊടുത്തിട്ടില്ല. എന്താണേലും ഇതൊരു കിടിലൻ ഫീച്ചറായിട്ട് തോന്നി. എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം എന്താ? തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇതുപോലെയുള്ള മോഡലുകൾ, ബേസ് വേരിയൻറ്റുകൾ ഇങ്ങനെ നമ്മൾ പോയിട്ട് എടുക്കാൻ ചാൻസ് ഉള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ബേസ് വേരിയൻറ്റുകളിൽ ഇങ്ങനത്തെ ഓപ്ഷനുകളൊന്നും കൊടുക്കാണ്ട് കമ്പനി വെച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ച് ഡ്രൈവ് ചെയ്തൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഓപ്ഷനൊന്നും ഇല്ലാത്തൊരു വണ്ടി എടുക്കാൻ നിൽക്കത്തില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ തുടക്കത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് കമ്പനി ഇത് ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഒക്കെ ആയി വരുന്ന സമയത്ത് നമുക്ക് കാറൊന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ സൈഡ് ഒതുക്കാനോ അല്ലെങ്കിൽ റിവേഴ്സ് പാർക്ക് ചെയ്ത് സൈഡ് മിററിൽ നോക്കിയിട്ട് ഒന്ന് സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പം നമുക്ക് ഇതിൽ സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാത്തത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അന്നേരം തോന്നും. അന്നേരമാണ് നമ്മൾ വിചാരിക്കുന്നത് അന്ന് സൈഡ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത കാർ എടുത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇതിലിപ്പം സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് സീറ്റിലേക്ക് കയറി ഇരുന്നിട്ട് ഇതുപോലെ കൈകൊണ്ടിങ്ങനെ സൈഡ് മിറർ ഇങ്ങനെ കുത്തി അഡ്ജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ മഴയുള്ള സമയത്തൊക്കെ കാർ പാർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഡ്രൈവർ സൈഡ് ഡോർ തുറന്ന് പുറത്തിറങ്ങി കുട നിവർത്തി അപ്പുറത്തെ സൈഡിൽ വന്ന് മിറർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ഇപ്പുറത്ത് വന്ന് ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ മിറർ ചിലപ്പോൾ കറക്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കില്ല. പിന്നെ അപ്പുറത്ത് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊക്കെയാണ് ഇതിൻ്റെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്. ഇതിപ്പം നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ തുടക്കത്തിലേ പോയി ഇങ്ങനെ ഒരു വേരിയൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം മനസ്സിലാവില്ല. നിങ്ങളിപ്പോൾ ഒരു കാർ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ സെയിൽസ്മാൻ പറയും ഈ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ഇതിൽ ഇന്ന ഫീച്ചർ കുറവാണ്, അടുത്ത വേരിയൻറ്റിൽ ഇതിൽ വേറെ ഫീച്ചറുകളുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഫീച്ചറുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ട്, ഇതിൻ്റെ ഉപയോഗമൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഇതൊക്കെ എന്തിനാണെന്ന് വിചാരിക്കും. ഇതൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം മനസ്സിലാകുന്നത്, ഇതുപോലെയുള്ള ഓരോ ഫീച്ചറുകളും. അപ്പോൾ നിങ്ങൾ ബേസ് വേരിയൻറ്റുകൾ ഇങ്ങനെ പോയി എടുക്കുന്ന സമയത്ത് കാറ് പുതിയതായിട്ട് എടുക്കാനിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഷോറൂമിൽ പുതിയ വണ്ടി എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ സെയിൽസ്മാൻ അവർ നിങ്ങൾക്ക് ഫീച്ചറുകളെക്കുറിച്ച് പറയും. പക്ഷേ അത് ഏത് സമയത്ത് നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും, അത് എപ്പോൾ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇവരിത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാവത്തുമില്ല. നമ്മളവർക്ക് ഇങ്ങനെയുള്ള ഫീച്ചറുകൾ എന്തിനാണ്? പുതിയതായിട്ട് വണ്ടി എടുക്കാനിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ.